ചേച്ചി ഉറങ്ങിട്ടുണ്ടാവോ അമ്മേ? അറിയില്ല മോനെ. അമ്മയെ കാണാതെ ചേച്ചി ഉറങ്ങില്ല. ചേച്ചി ഇപ്പൊ കരയുന്നുണ്ടാവും അല്ലേ? സനീഷ് അങ്ങനെ ചെയ്യുമോ? അങ്കിളെ, അങ്കിളുടെ ചിന്തകൾ തന്നെയാ ഇത്രയും നാള് ആ മുതലെടുത്തത്. അത് അങ്കിൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കോ. എനിക്കവനെ ബലമായ സംശയമുണ്ട്. അവനറിയാതെ ഒരിക്കലും ഇതൊന്നും നടക്കില്ല. അപ്പോ മാനവുമായി ബന്ധമുണ്ടെന്നാണോ നീ പറഞ്ഞു വരുന്നത്? എന്തുകൊണ്ടില്ല അങ്കിള്, അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. മാനവ് വന്നത് മുതലുള്ള കാര്യങ്ങള് ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്ക്. കൃത്യമായ സമയത്താണ് അങ്കിള് കമ്പനി എന്റെ പേരിലേക്ക് മാറ്റി എഴുതിയത്. ആ നിമിഷം മുതൽ സനീഷ് നമ്മുടെ ശത്രു തന്നെയാ. ചെയ്ത കർമ്മത്തിന്റെ ഫലം മുകുന്ദൻ മേനോൻ അനുഭവിക്കുന്നത് എങ്ങനെ? അത് വഴിതെറ്റിപ്പോയ മാനവിലൂടെയോ അവകാശവാദം ഉന്നയിക്കുന്ന രചിതയിലൂടെയോ? മാനവ് വന്നത് മുതലുള്ള കാര്യങ്ങള് ഒന്നുകൂടി ചിന്തിച്ചു നോക്ക്. ആ നിമിഷം മുതൽ സനീഷ് നമ്മുടെ ശത്രു തന്നെ. കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളും ത്രസിപ്പിക്കുന്ന കഥാസന്ദർഭങ്ങളുമായി വസുധ കാണുക തുടർന്നുള്ള ഭാഗങ്ങളും.